നമസ്കാരം. ഈ ഒരു വീഡിയോ ഈ കാണുന്നത് തീച്ചിറകൻ എന്ന മനോഹരമായ പൂമ്പാറ്റയാണ്. ഇപ്പോൾ തീച്ചിറകൻ അല്ലെങ്കിൽ ടോണി കോസ്റ്ററിൻ്റെ ജീവിതചക്രം ഡോക്യുമെൻ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ചെടി ഇതിൻ്റെ ഹോസ്റ്റ് പ്ലാന്റ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ചിരവത്താലിയാണ്. ചിരവത്താലിയെ കൂടാതെ നമ്മുടെ പാഷൻ ഫ്രൂട്ടും ഇവയുടെ ഒരു ഹോസ്റ്റ് പ്ലാന്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഹോസ്റ്റ് പ്ലാന്റിൽ ഇത് മുട്ടയിടുകയും ആ മുട്ടകളൊക്കെ വിരിഞ്ഞ് ലാർവ ഫീഡ് ചെയ്ത് വലുതാകുകയാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇത് ആ ഹോസ്റ്റ് പ്ലാന്റിൽ ഒരിക്കലും അത് പ്യൂപ്പേറ്റ് ചെയ്യാറില്ല. നമ്മൾ ഇതുവരെയും ആ ഹോസ്റ്റ് പ്ലാന്റിൽ പ്യൂപ്പേനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ മറ്റേതെങ്കിലും ഇത് മൂവ് ചെയ്ത് മറ്റേതെങ്കിലും ചെടിയുടെ ഇത് അല്ലെങ്കിൽ ചില്ലക്കമ്പിൻ്റെയൊക്കെ മുകളിൽ ഇതേപോലെ പ്യൂപ്പേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഞങ്ങളതിനെ ഏതാണ്ട് ഒരു 4ഓളം പുഴുക്കളെ ഞങ്ങളെടുത്ത് ഫീഡ് ചെയ്യിപ്പിച്ച് അതേപോലെ തന്നെ ഒരെണ്ണം നാച്ചുറലായിട്ട് പുറത്ത് ഇതേപോലെ പ്യൂപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതിനെ എത്ര സമയമെടുത്തിട്ടാണത് പ്യൂപ്പേഷൻ നടക്കുന്നത്, അതുപോലെ തന്നെ പ്യൂപ്പ വിരിയുന്നത് എത്ര ദിവസമാണ്, പ്യൂപ്പൽ ലൈഫ് എത്ര നാളാണ്, അഡൾട്ടായിട്ട് വിരിയുന്ന ആ എമർജ് ചെയ്ത് പുറത്തേക്ക് വരുന്ന അതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ടോണി കോസ്റ്റർ എന്ന് പറയുന്ന തീച്ചിറകൻ പൂമ്പാറ്റ വളരെ മനോഹരമായിട്ടുള്ളൊരു പൂമ്പാറ്റയാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കുറ്റിക്കാടുകളിലൊക്കെ കാണുന്ന മനോഹരമായിട്ടുള്ളൊരു പൂമ്പാറ്റയാണ് ഈ തീച്ചിറകൻ. ഇതധികം ഭയങ്കര ഭീകരമായിട്ട് പറക്കാൻ കഴിയാത്തൊരിതാണ്. വളരെ സ്ലോ ആയിട്ട് താഴ്ന്ന് പറക്കുന്നൊരു പൂമ്പാറ്റയാണ്. പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ ഇത്രയും മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും കടുപ്പമുള്ള തീ പോലെയുള്ള ആ ഒരു കളറ് ഇതിനെ പ്രിഡേറ്റേഴ്സിൽ നിന്ന് അകറ്റി നിർത്താറുണ്ട്. അതേപോലെ തന്നെ ഈ തീച്ചിറകൻ നമ്മുടെ ഈ ഇടയിലുള്ള കുറ്റിക്കാടുകളിലൊക്കെ നമുക്ക് മനോഹരമായിട്ട് വന്നിരുന്ന് നമുക്കതിനെ നല്ല ഫോട്ടോസൊക്കെ പകർത്താൻ കഴിയാറുമുണ്ട്. അപ്പോൾ ഈ തീച്ചിറകൻ്റെ നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ ഈ ഒരു ചെടിയിലും അതുപോലെ പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടിയിലൊക്കെ ഇതുപോലെയുള്ള ചെറിയ ലാർവകളെ കണ്ടു കഴിഞ്ഞാൽ അത് ഈ തീച്ചിറകൻ്റെ ലാർവയാണ്. ഇട്ട് കഴിഞ്ഞാൽ ഏതാണ്ടൊരു 3 ദിവസം കഴിയുമ്പോൾ ആ മുട്ട വിരിയുകയും അതിൽ നിന്ന് ചെറിയ ലാർവകൾ പുറത്ത് വരികയും ചെയ്യും. ആ ലാർവ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അറ്റ് എ ടൈം ഏതാണ്ടൊരു 20-30 മുട്ടകൾ ഇടാറുണ്ട്. ആ മുട്ടകളൊക്കെ വിരിഞ്ഞ് ചെറിയ പൂമ്പാറ്റകൾ, ചെറിയ പുഴുക്കളായി ആ പുഴുക്കൾ പിന്നീട് ഫീഡ് ചെയ്ത് ഏതാണ്ടൊരു 10 ദിവസത്തിനപ്പുറം ഇത് അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു പുഴുവായിട്ട് മാറുകയും ആ പുഴുവാണ് പിന്നീട് ഇത് പ്യൂപ്പേറ്റ് ചെയ്യുന്നത്. പ്യൂപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഇതൊരിക്കലും ഹോസ്റ്റ് പ്ലാന്റിൽ നിൽക്കാറില്ല. അത് ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് ഇറങ്ങി മറ്റേതെങ്കിലും കുറ്റിക്കാടുകളുടെ മുകളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലാണ് ഇത് പ്യൂപ്പേറ്റ് ചെയ്യാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്യൂപ്പയെ നമ്മളതിൻ്റെ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഏതാണ്ട് ഒരു 4ഓളം ലാർവകളെ ഞങ്ങളെടുത്ത് നമ്മുടെ കണ്ടെയ്നറിൽ വെച്ച് വിരിയുന്ന ദൃശ്യമാണ് ഈ കാണുന്നത്. 2 പ്യൂപ്പ അറ്റ് എ ടൈം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം വിരിഞ്ഞതാണ് ഈ കാണുന്നത്. രണ്ടാമത് മറ്റൊന്നും കൂടെ ഇവിടെ വിരിയുന്നുണ്ട്. ഏതാണ്ടൊരു 10 മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണ് രണ്ടും വിരിഞ്ഞത്. അപ്പോൾ ഇതേപോലെ ഞങ്ങൾ 4 എണ്ണം ചെയ്യുന്നുണ്ട്. ഒന്ന് ഓൾറെഡി വിരിഞ്ഞു പോയി, നമുക്കത് വീഡിയോയിൽ പകർത്താൻ വേണ്ടി കഴിഞ്ഞില്ല. ഇനിയൊരു പ്യൂപ്പ കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു തീച്ചിറകൻ്റെ ജീവിതചക്രം ഏതാണ്ട് ഒരു 23 ദിവസം കൊണ്ട് ഇത് ഒരു മുട്ടയിട്ട് അഡൾട്ടായിട്ട് മാറുന്നുണ്ട്. അപ്പം അതിൻ്റെ പ്യൂപ്പൽ ലൈഫ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 8 ദിവസമാണ് അതിൻ്റെ പ്യൂപ്പൽ ലൈഫ്. അതിനുശേഷം അത് എമർജ് ചെയ്ത് പൂമ്പാറ്റയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ടോണി കോസ്റ്ററിനെ പോലെ തന്നെയാണ് വെള്ളിലത്തോഴിയുടെയും വെള്ളില ചെടിയിലാണ് അതിൻ്റെ ലാർവ ഉണ്ടാകുന്നത്, ലാർവ ഫീഡ് ചെയ്യുന്നത്. പക്ഷേ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ ലാർവയെ അവിടെ കാണാറില്ല. അതിൻ്റെ പ്യൂപ്പേറ്റ് ചെയ്യുന്നത് അവിടുന്ന് മൂവ് ചെയ്ത് മറ്റ് ഏതെങ്കിലും ഒരു ചെടിയിലാണ് അത് പ്യൂപ്പേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ നിരവധി പൂമ്പാറ്റകൾ ഈ രീതിയിൽ. പക്ഷേ മറ്റ് അനവധി പൂമ്പാറ്റകൾ ഒരു ഹോസ്റ്റ് പ്ലാന്റിൽ തന്നെ അതിൻ്റെ പ്യൂപ്പേഷനും നടക്കുന്ന നിരവധി പൂമ്പാറ്റകളുണ്ട്. തീച്ചിറകൻ്റെ ഹോസ്റ്റ് പ്ലാന്റുകളായിട്ടുള്ള ചിരവത്താലി അഥവാ ടർണേറ, അതേപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ട്, ഈ 2 പ്ലാന്റുകൾ ഉണ്ടെങ്കിലും നമ്മുടെ അടുത്ത് ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്, അതേപോലെ ഈ ചിരവത്താലിയും ഉണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ലാർവകളെ നമ്മൾ കാണുന്നത് ചിരവത്താലിയിലാണ്. അതേസമയം ഫാഷൻ ഫ്രൂട്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഹോസ്റ്റ് പ്ലാന്റായിട്ട് ഫാഷൻ ഫ്രൂട്ടിനെയും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒരു മെക്സിക്കൻ പ്ലാന്റ് ആയിട്ടുള്ള ചിരവത്താലി നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ റോഡ് സൈഡിലൊക്കെ നമുക്ക് കാണാറുള്ള ഒരു ചെടിയാണ്. ഈ ചെടി ഒരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ്. ഈ ടോണി കോസ്റ്ററിനെ കൂടാതെ മറ്റ് നിരവധി പൂമ്പാറ്റകളെ നമ്മളിതുപോലെ ഈ അടുത്ത കാലത്ത് വിരിയിച്ച് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ വയങ്കതൻ, അതുപോലെ വെള്ളിലത്തോഴി, മങ്കി പസില്, കോമൺ മൊർമോൺ തുടങ്ങിയ ചിത്രശലഭങ്ങളാണ്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാടുള്ള പുഴുക്കളെയും അതുപോലെ പ്യൂപ്പകളെയൊക്കെ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ സംരക്ഷിച്ച് അതിനെ വിരിയിച്ച് നമുക്ക് ഇതുപോലുള്ള ബട്ടർഫ്ലൈസിനെ പുറത്തേക്ക് വിടാൻ വേണ്ടി കഴിയും. എന്തായാലും നമ്മളിത് ഇന്ന് രാവിലെ എമർജ് ചെയ്തൊരു ബട്ടർഫ്ലൈ ആണ്.
ഈ തീച്ചിറകൻ. അപ്പോൾ അതിനെ നമ്മൾ ഏകദേശം അത് വിങ്ങൊക്കെ ഒന്ന് റെഡിയായി ഏതാണ്ട് ഒരു ഉച്ച കഴിയുന്ന സമയമായി. അപ്പോൾ നമ്മൾ വെറുതെ ഇതിനെ കണ്ടെയ്നറിൽ വെച്ചിട്ട് അതിൻ്റെ വളരെ ചുരുങ്ങിയ ഒരു 4-5 ദിവസമാണ് ലൈഫ് ഉണ്ടാവുക. അവരുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ നമ്മൾ വെറുതെ കളയുന്നില്ല. അപ്പോൾ നമ്മൾ വിരിഞ്ഞത് റെഡിയായതിന് ശേഷം അത് നമ്മുടെ കയ്യിലൊക്കെ ഇതുപോലെ ഇരിക്കും, കുറേ സമയം നമ്മുടെ കയ്യിൽ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഏകദേശം വിങ്ങൊക്കെ റെഡിയായി പറക്കാനാകുന്ന സമയത്ത് നമ്മളിതിനെ പുറത്തേക്ക് വിടാറാണ് പതിവ്. അപ്പം ഇതിനെയും ഇതുപോലെ നമ്മളിങ്ങനെ പുറത്തേക്ക് പരമാവധി ഇങ്ങനെ വിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ പറന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ പ്രകൃതിയിലുള്ള ഒരുപാട് ജീവജാലങ്ങളുടെ വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം.